സ്വാഗതം ടോപ് 10ലേക്ക്. മിന്നൽ നടപടികളും അപ്രതീക്ഷിത നീക്കങ്ങളുമായി ഇന്നത്തെ ദിവസം മലയാളിക്ക് സർപ്രൈസ് മോർണിംഗ് സമ്മാനിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിലും CMRL ഓഫീസിലുമടക്കം ED ഇന്ന് 12 ഇടങ്ങളിൽ ഇടിച്ചുകയറി. പിന്നീട് കേരളം കണ്ടത് പിണറായി വിജയൻ എന്ന പാർട്ടി വിഗ്രഹത്തിനായി മുതിർന്ന നേതാക്കളെന്നോ അണികളെന്നോ വ്യത്യാസമില്ലാതെയുള്ള CPM പ്രവർത്തകരുടെ അണികളുടെ ഇതുവരെ കാണാത്ത രക്ഷാപ്രവർത്തനം. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെ കൊലവിളി നടത്തി അണികൾ ആഞ്ഞെടുത്തപ്പോൾ പിണറായിയെ സ്നേഹിക്കുന്ന ആൾക്കൂട്ടം ഒരൽപ്പം വൈകാരികമായി പെരുമാറിയെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ന്യായീകരണം. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് ഓർ CMRL, എക്സാലോജിക്, ഈ 2 കമ്പനികൾ, ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, അതിലുള്ള അന്വേഷണം, ഇതിലൊക്കെ CPM എന്ന പാർട്ടിയെ ഇത്രയേറെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന എന്താണ് ഉള്ളത്? ഇന്ന് നടന്ന നാടകീയ സംഭവവികാസങ്ങളൊക്കെ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികളിലും CMRL ഓഫീസുകളിലുമടക്കം 12 ഇടങ്ങളിൽ EDയുടെ അപ്രതീക്ഷിത റെയ്ഡ്. രാവിലെ തുടങ്ങിയ പരിശോധന നീണ്ടത് 8.5 മണിക്കൂർ. വീണയുടെ മൊഴിയെടുത്തു. ബാങ്ക് രേഖകൾ ശേഖരിച്ച ED. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന് എഴുതി നൽകി ഉദ്യോഗസ്ഥർ. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ കാർ അടിച്ചു തകർത്തു. ED ഉദ്യോഗസ്ഥനും ടാക്സി ഡ്രൈവർക്കും പരിക്ക്. 7 പ്രതികൾ അറസ്റ്റിൽ. വധശ്രമത്തിന് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസ്. നടന്നത് ആസൂത്രിത ആക്രമണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റിപ്പോർട്ട് തേടി ED ഡയറക്ടർ. DGPയോട് വിവരങ്ങൾ തേടി ഗവർണർ. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. EDയുടേത് ആസൂത്രിത നീക്കമെന്നും തളരില്ലെന്നും പിണറായി വിജയൻ. നടക്കുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ വേട്ടയെന്ന് മുഹമ്മദ് റിയാസ്. ഡൽഹിയിലെ പ്രതിഷേധത്തിൽ MA ബേബി കസ്റ്റഡിയിൽ. റെയ്ഡ് കോൺഗ്രസ് BJP ഡീലെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും CPM. പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. പിണറായി വിജയനും മകളും കുടുങ്ങുമെന്ന് ഷോൺ ജോർജ്. ഷോണിന്റെ വീട്ടിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. SIR ശരിവെച്ച സുപ്രീം കോടതി. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് കോടതി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയാൽ പൗരത്വം നഷ്ടമാകില്ല. ഭരണകൂട ഇടപെടൽ വാദത്തിന് തെളിവില്ല എന്നും കോടതി. കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധിയായി ഇന്നു DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. അടുത്തയാഴ്ച സ്ഥാനമേൽക്കും. സിദ്ധരാമയ്യ നാളെ രാജിവെച്ചേക്കും. രാജ്യസഭാ സീറ്റ് നൽകി സിദ്ധരാമയ്യയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് നീക്കം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായെന്ന റിപ്പോർട്ട്. കാണിക്കയായി ലഭിച്ച സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും നഷ്ടമായി. സ്വർണ്ണവിളക്കിനു പകരം വെള്ളി വിളക്ക് സ്ഥാപിച്ചുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. കേരള കർണാടക പര്യടനത്തിന് തുടക്കം കുറിച്ച് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി മംഗലാപുരത്ത്. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബോളൂർ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമ്മ മുഖ്യ കാർമ്മികത്വം വഹിക്കും. IPL എലിമിനേറ്ററിൽ രാജസ്ഥാന് കൂറ്റൻ സ്കോർ. 29 ബോളിൽ 97 റൺസ് എടുത്ത വൈഭവ് സൂര്യവംശി. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമായി. ഹൈദരാബാദിന്റെ വിജയലക്ഷ്യം 244 റൺസ്.
ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ബലിപ്പെരുന്നാൾ ആഘോഷിച്ച് ഗൾഫ് രാജ്യങ്ങൾ. സംസ്ഥാനത്ത് ബലിപ്പെരുന്നാൾ നാളെ. എങ്ങും വിപുലമായ ഒരുക്കങ്ങൾ. സ്റ്റോറി ഓഫ് ദി ഡേ: സ്ത്രീ ശാക്തീകരണത്തിന്റെ പാലി മോഡൽ. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. മാസപ്പടി കേസിൽ ED അന്വേഷണവും സമൻസുകളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട CMRL കമ്പനിയും ഉന്നത ഉദ്യോഗസ്ഥരും നൽകിയ ഹർജികൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതിന് പിന്നാലെ ഇന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ഉൾപ്പെടെ 12 ഒരേ സമയം EDയുടെ മിന്നൽ റെയ്ഡ് മുറുകവേ CRPFന് നേരെ ഹെൽമറ്റും കല്ലും എറിഞ്ഞുള്ള പ്രതിഷേധം. സുരക്ഷാവേലി തകർക്കാനും സഖാക്കളുടെ തീവ്ര ശ്രമം. തിരുവനന്തപുരത്ത് നേതാവിന് പിന്തുണയുമായി ഒഴുകിയെത്തിയ അണികൾ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ വനിതയടക്കമുള്ള ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾക്ക് നേരെയും ചുടുകട്ടയും വടികളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണം അത് പിന്നീട് കഥയാകെ മാറ്റി. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ മുതിർന്ന സഖാക്കളുടെ കാവലിൽ അക്രമികളുടെ ഒളിച്ചുകളി. ഇന്ന് രാവിലെ മുതൽ എന്താണ് സംഭവിച്ചതെന്ന് തിരുവനന്തപുരത്ത് നിന്ന് എബിയും, കൊച്ചിയിൽ നിന്ന് AT അശ്വതിയും, കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിനും വിശദീകരിക്കും. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് തലസ്ഥാന നഗരത്തുണ്ടായത്. രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഈ വീടിന് പരിസരത്തേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു. തുടർന്ന് അതൊരു വലിയ പ്രതിഷേധമായി മാറി. നിരവധിയായിട്ടുള്ള മുതിർന്ന നേതാക്കൾ അടക്കം അവിടേക്ക് എത്തുകയും പ്രവർത്തകർ ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട റെയ്ഡ് പൂർത്തിയാക്കിക്കൊണ്ട് ഈ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് ഈ പ്രതിഷേധം വഴിമാറിയത് എന്നുള്ളതാണ്. ED ഉദ്യോഗസ്ഥർ 3 വാഹനങ്ങളിലായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ആ വാഹനങ്ങൾ 3ഉം തല്ലി തകർക്കുന്ന നിലയിലേക്ക് പ്രവർത്തകർ എത്തുകയായിരുന്നു. കട്ടയും കമ്പും ഒക്കെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള അതിക്രമം വാഹനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു. തുടർന്ന് വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന നിലയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വലിയ രീതിയിലുള്ള സംഭവവികാസങ്ങൾക്ക്, പ്രതിഷേധങ്ങൾക്ക്, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കൊക്കെ തന്നെയും ഈ തലസ്ഥാന നഗരി സാക്ഷിയാകുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവിടുന്ന് അവിടെ ഈ അതിക്രമം നടത്തിയിട്ടുള്ള പ്രവർത്തകർ ഈ പാളയത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ പിടികൂടുന്നതിന് വേണ്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നു. തുടർന്ന് വലിയ രീതിയിൽ ഉള്ള ഒരു പ്രതിഷേധം ആണ് തുടർന്ന് അവിടെ കാണാൻ സാധിച്ചത്. ആ നിലയ്ക്ക് ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് പോലീസിനെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ അവിടെ നിലയുറപ്പിച്ചു. എന്നാൽ ഇതിനകത്തുള്ള ആളുകളെ, അല്ലെങ്കിൽ ഈ പ്രതികളായിട്ട് കണ്ടെത്തിയിട്ടുള്ള 12 പേരെ കൃത്യമായ രീതിയിൽ അവരെ പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള നിലപാടിൽ പോലീസും ഉറച്ചു വന്നു. ഇങ്ങനെ വലിയ സമയത്തേക്ക് ഇത് തുടർന്നുള്ള ചർച്ചകൾക്കൊക്കെ തന്നെയും വഴിവെക്കുന്ന നിലയുണ്ടായി. നേതാക്കളുമായും പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നു. DGP, ADGP ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നു. അങ്ങനെ DCP ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നു. ഇതിനിടയിൽ 5 പേരെ പോലീസ് പിടികൂടുകയും ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ആളുകളെയും പിടികൂടിയെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പൂർണ്ണമായും ഒഴിവാകൂ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് വൈകിട്ട് രാത്രിയോളം ഇവിടെ പോലീസിന്റെ കാവൽ തുടരുന്ന ഒരു നില കൂടിയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് FIR പുറത്തു വന്നിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ അതിക്രമിച്ച ഈ കേസിൽ കണ്ടാലറിയുന്ന 300 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വധശ്രമത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. BNS 109 വകുപ്പ് ഉൾപ്പെടെയുണ്ട്. പ്രതികൾ ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ആണ് ആ ഒരു അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് FIR-ൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വാഹനം തല്ലി തകർത്തതിന് PDPP ആക്ടും ചുമത്തിയിട്ടുണ്ട്. ED അസിസ്റ്റന്റ് ഡയറക്ടർ V. സനത് റെഡ്ഡിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി
നൽകിയത്. അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരവും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തന്നെ വഴിവെക്കും എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം പിണറായി വിജയൻ ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടൊരു തുടക്കം മാത്രമാണെന്നാണ് തങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായ ഘട്ടത്തിൽ പോലും ആവശ്യത്തിന് പോലീസിനെ അവിടെ വിന്യസിച്ചില്ല, ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായത്. അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചുവെന്ന് ക്രമസമാധാന ചുമതല ADGP വരെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. എന്തായാലും ഈ സംഭവത്തിൽ ഗവർണർ ഉൾപ്പെടെ DGPയോട് വിശദീകരണം ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, തുടർന്നിട്ടുള്ള അത് ക്രമസമാധാന നിലയെ ഏത് വിധേനയാണ് ബാധിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു നില കൂടി ഉണ്ടായി. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾ അതിക്രമങ്ങളായി മാറുന്ന കാഴ്ചയാണ് തലസ്ഥാന നഗരത്ത് ഇന്ന് കാണാൻ കഴിഞ്ഞത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ രാവിലെ 8 മണിയോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചത്. ഇതിനു തൊട്ടു പിന്നാലെ നേതാക്കളും പ്രവർത്തകരും ഇരച്ചൊത്തുകയും വീടിനു ചുറ്റും ഇരുന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുകയുമായിരുന്നു. എന്തായാലും കോൺഗ്രസ് BJP ഡീലെന്നാണ് നേതാക്കന്മാർ പ്രതികരിച്ചത്. മാത്രമല്ല, ഇത്തരത്തിൽ പിണറായി വിജയനെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ഏത് വിധേനയും കവചമൊരുക്കി കോട്ട തീർത്തായി പിണറായി വിജയനെ സംരക്ഷിക്കുമെന്ന കാര്യമാണ് നേതാക്കൾ ഒന്നടങ്കം ഇത്തരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായ KK രാഗേഷ്, MV ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ, KK ശൈലജ, VK സനോജ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. കനത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഈ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ നിന്നും കാണാൻ സാധിച്ചത്. 1:30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പരിശോധന പൂർത്തിയാക്കി. അതിനുശേഷം കണ്ണൂരിലെ വീട്ടിൽ നിന്ന് ഈ പരാതികൾക്ക് അടിസ്ഥാനമായ വിവരങ്ങളൊന്നും തന്നെ കണ്ടെത്താനോ ഡോക്യുമെന്റുകളൊന്നും തന്നെ കണ്ടെത്താനോ സാധിച്ചില്ല എന്ന വിവരം എഴുതി അറിയിക്കുകയായിരുന്നു. ഈ എഴുതി അറിയിച്ച വിവരം ഇത്തരത്തിൽ കെയർടേക്കർക്കാണ് എഴുതി നൽകിയത്. അതിനുശേഷം ഈ കെയർടേക്കർ ഇത്തരത്തിൽ ഈ നേതാക്കന്മാർക്ക് ഈ കത്തിന്റെ കോപ്പി നൽകുകയും ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയുമായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധ ഭൂമിയായി ഇത്തരത്തിൽ കണ്ണൂരിലെ പാണ്ഡ്യാലമുക്ക് മാറിയ കാഴ്ചയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചത്. അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉടലെടുത്ത സാഹചര്യത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് മാത്രമല്ല, ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ഘട്ടത്തിൽ അവിടെ ഇരിക്കെ ഞങ്ങൾ ഇത്രയും നേരം കുത്തിയിരുന്നതല്ലേ എന്ന രീതിയിൽ വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് നേതാക്കൾ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ നേതാക്കളെയും പ്രവർത്തകരെയും അനുനയിപ്പിച്ച് ഇവരെ സുരക്ഷിതമാക്കി ഈ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് കടത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥർ ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള കൂക്കി വിളികളും മറ്റും ഈ പ്രവർത്തകർ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നടന്നു. അതിനുശേഷവും ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബ്രാഞ്ച് തലത്തിലും ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവർ പ്രധാനമായും പറയുന്നത് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ഇത്തരത്തിൽ പിണറായി വിജയൻ അർഹനല്ല, MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിയത്. എന്തായാലും വരും മണിക്കൂറുകളിലും സമാന രീതിയിൽ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് CPM നേതൃത്വമുള്ളത്. പാർട്ടിക്കെതിരെയുള്ളൊരു നീക്കമായിട്ടാണ് CPM ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. കനത്ത രീതിയിൽ തന്നെ പ്രതിഷേധ സ്വരമുയർത്തി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ തകർക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രചരണമാണ് CPM പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തോറ്റൊരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ പ്രമുഖനായ ഒരു നേതാവിനെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് അത് ചില സ്ഥാപിത താല്പര്യങ്ങളുടെയും ഭരണകൂടത്തിന്റെയും ഭീകരതയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ആരോപിക്കുന്നത്. ഇതിൽ കോൺഗ്രസിനുൾപ്പെടെ പങ്കുണ്ട്. ഇത്തരത്തിൽ കേരളം ഭരിക്കുന്ന കോൺഗ്രസിനും UDF സർക്കാരിനും ഇതിന് മൗനാനുവാദം നൽകിയെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവർ ആശയപരമായും രാഷ്ട്രീയപരമായും ഉന്നയിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ഉടലെടുക്കുന്നത്. സ്വപ്ന, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് കേരളത്തിൽ 12 ഇടങ്ങളിലായിട്ട് EDയുടെ റെയ്ഡ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 6 സ്ഥലത്താണ് 13 മണിക്കൂറോളം നീണ്ട റെയ്ഡ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലുവയിലെ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ വീട്, അതുപോലെ തന്നെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർ, ഒപ്പം തന്നെ ഫിനാൻഷ്യൽ ഓഫീസർ തുടങ്ങിയ ഇവരുടെ
ആളുകളുടെ വീടുകളിലാണ് പ്രധാനമായിട്ടും റെയ്ഡ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സൗത്ത് കളമശ്ശേരിയിൽ ശശിധരൻ കർത്ത പുതുതായി ആരംഭിക്കുന്ന നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പണി തീരാത്ത ഓഫീസ്, ഇവിടെയൊക്കെ തന്നെ റെയ്ഡ് നടന്നു. ഏകദേശം 13 മണിക്കൂറോളമാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് പുരോഗമിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സാലോജിക്കുമായുള്ള കരാർ, ഇവർ നൽകിയിട്ടുള്ള സേവനങ്ങളുടെ ഇൻവോയ്സുകൾ, ഒപ്പം തന്നെ ചില ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ഇവയൊക്കെ വിശദമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ വിധി വന്നതിന് തൊട്ട് പിന്നാലെ ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ എക്സാലോജി കമ്പനി CMRL കമ്പനി ഉദ്യോഗസ്ഥരടക്കം നൽകിയിട്ടുള്ള ഹർജിയിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്നൊരു കാര്യമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതിന് തൊട്ട് പിന്നാലെ, അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എറണാകുളം ജില്ലയിലും CPMന്റെ പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് P രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് ആയിരുന്നു ആ പ്രതിഷേധം ഉണ്ടായിരുന്നത്. മറ്റ് പ്രതിഷേധങ്ങൾ നാളെയും വിവിധയിടങ്ങളിൽ, കാക്കനാട് അടക്കം വിവിധയിടങ്ങളിൽ CPM പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് CPMന്റെ പ്രതിഷേധം നടക്കുകയാണ്. കൊച്ചിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും ഇവിടെ ഉണ്ടായിരിക്കും. പോലീസും ഈ വിഷയത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലടക്കം സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും മീഡിയയുടെ റെയ്ഡിന് പിന്നാലെ സ്വാഭാവികമായും ഇനി വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലെല്ലാം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രതിഫലനങ്ങൾ രാഷ്ട്രീയ കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു റെയ്ഡിന് ശേഷം, റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ മടങ്ങിയതിനു ശേഷം പിണറായി വിജയൻ പുറത്തു വന്ന് പറഞ്ഞത്, പ്രതികരിച്ചത് ഏറെ ശ്രദ്ധേയമാവുകയാണ്. പ്രവർത്തകരെ അദ്ദേഹം പുറത്തേക്ക് വന്ന് അഭിവാദ്യം ചെയ്തു. ഇതൊരു തുടക്കം മാത്രമായേ കാണുന്നുള്ളൂ. ഇങ്ങനെയുള്ള നടപടികൾ കൊണ്ട് തളർത്തിക്കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് തോൽവിയിൽ താഴെത്തട്ടിലുള്ള അണികളുടെ മുതൽ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങി തളർന്നിരിക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവിന് ഒരല്പമെങ്കിലും ആശ്വാസം പകരുന്നതായിരിക്കും അണികളുടെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. ഈ റെയ്ഡ് നടന്ന ജില്ലകളിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ആഞ്ഞടിച്ചു. സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ നടന്നു. വിവിധയിടങ്ങളിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമടക്കമുണ്ടായി. ഇടുക്കിയിൽ CPM പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കട്ടപ്പനയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വയനാട്ടിൽ CPM സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അക്രമത്തെയും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത നേതാക്കൾ ശക്തമായി വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ തലസ്ഥാന നഗരിയിലുണ്ടായ സംഭവവികാസങ്ങളിൽ കൈ കഴുകുന്ന ഒരു നിലപാട്, അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഉണ്ടായത്. ഇതൊരു ആസൂത്രിത ആക്രമണമാണ് എന്ന് അദ്ദേഹം ആദ്യം പ്രതികരിച്ചു. EDയുടെ പരിശോധന സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ മുൻകൂറായി അറിയിച്ചിട്ടുമില്ല. ആളുകൾ തടിച്ചുകൂടിയപ്പോൾ ക്രമസമാധാന പരിപാലനത്തിന് പോലീസിന്റെ ഇടപെടലുണ്ടാവുകയായിരുന്നു. കർശന നടപടി എന്തായാലും ഇതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ED മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നെന്നോ
വിശദമായ പരിശോധനകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്നുവെന്നോ ഒരു വിവരവും കേരള പോലീസിന് ഉണ്ടായിരുന്നില്ല. കേന്ദ്ര ഏജൻസി ആയ ED കേരള പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും മുൻകൂർ നൽകുകയോ ഇതിന് കേരള റെയ്ഡ് തുടങ്ങിയ ശേഷം നൽകുകയോ ചെയ്തിട്ടില്ല. റെയ്ഡിന്റെ പ്രതിഫലനം അങ്ങ് ഡൽഹിയിലും ഉണ്ടായി. ഡൽഹിയിലും CPM പ്രതിഷേധം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പിണറായി വിജയന് രാഷ്ട്രീയ പ്രതിരോധം നൽകുമെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ ED പരിശോധനയ്ക്കെതിരെ ഡൽഹിയിലും CPM പ്രതിഷേധിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച CPM പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പിണറായിക്ക് രാഷ്ട്രീയ പ്രതിരോധം നൽകുമെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഹീനമായ നടപടിയിലൂടെ പിണറായി വിജയനെയും CPM-നെയും ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. ED പരിശോധനയിൽ കോൺഗ്രസിനും UDF-നും സന്തോഷമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. BJP ഗവൺമെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി. നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കൈവശമുള്ള നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട വകുപ്പുകളെ പക്ഷപാതപരമായി രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ED നടപടി പാർട്ടിക്കെതിരായ കടന്നുകയറ്റമെന്ന് AA റഹീം MP പറഞ്ഞു. VD സതീശൻ സവർക്കർക്ക് മുൻപിൽ തലകുനിച്ചു നിന്നതുപോലെ പിണറായി വിജയൻ നിൽക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. റെയ്ഡ് വാർത്തകൾ പുറത്തുവന്നതിന് പിറകെ CPM അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംഘപരിവാറിന്റെ രാഷ്ട്രീയ വേട്ടയാണ് നടക്കുന്നതെന്ന് MLA മുഹമ്മദ് റിയാസ്. തല പോയാലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും റിയാസ് പറഞ്ഞു. നിയമാനുസൃതമായി നടത്തിയ ബിസിനസ്സിന് പ്രതിഫലമായി ലഭിച്ച പണമാണ് ബാങ്ക് വഴി വന്ന നികുതി അടച്ച വിഷയം. അന്വേഷണത്തിൽ സ്ഥാപന ഉടമ സഹകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിലെ രാഷ്ട്രീയം പാർട്ടി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നും റിയാസ് പ്രതികരിച്ചു. നിയമാനുസൃതമായി നടത്തിയ ഒരു ബിസിനസ്, അതിൻ്റെ ഭാഗമായി അതിൻ്റെ മറ്റു പ്രതിഫലം ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങി നികുതി അടച്ചൊരു വിഷയം. ആ വിഷയത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടലിനെ അന്ന് തന്നെ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ വശം പാർട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഷ്ട്രീയ പകപോക്കലെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരിക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന രീതി, അതാണ് ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനുള്ള ആയുധമാക്കി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായിയെയും പിണറായി പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഇത്തരം പ്രവർത്തികളിലൂടെ ദുർബലപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ അത് നടക്കില്ല. ഒരു ആഹ്വാനവും ഇല്ലാതെ തന്നെ ജനങ്ങൾ തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങുന്നുവെന്നും കേന്ദ്ര നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായിയെയും പിണറായി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം പിണറായി വിജയന്റെ വസതികളിൽ ED നടത്തിയ റെയ്ഡ്, അതിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. നിരവധി തവണ മാധ്യമങ്ങൾ സമീപിച്ചുവെങ്കിലും മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. EDക്കെതിരെ ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ. EDയെ കോൺഗ്രസിന് വിശ്വാസമില്ലെന്നും ED വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ വരെ കയറുമെന്നും പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുന്ന അന്വേഷണം വഴിയേ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് EDയുടെ നീക്കം. കോൺഗ്രസ് BJP ബന്ധമെന്ന ആരോപണം അസംബന്ധമെന്നും മന്ത്രി വ്യക്തമാക്കി.
ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇ ഡി ആയിട്ട് കൂട്ടുകെട്ടൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് ഇ ഡി മിക്കവാറും സെക്രട്ടേറിയറ്റിലേക്കും കയറും കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇ ഡിനെ ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഇ ഡിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്കൊരു അതിനാരും സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. ഈ സമരം എന്ന് പറയുന്നത് ഇത് ഞാൻ പിണറായിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഇവരൊക്കെ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായിനെ ചീത്ത വിളിക്കുന്നവരാണ്. ഇ റെയ്ഡിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും. വൻ തുക കൈപ്പറ്റിയതായി ആരോപണം നേരിടുന്ന 2 മന്ത്രിമാരെ സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ കോടതിയിൽ വന്നുപോയ വിഷയങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. ആ കേസിൽ നിരവധി ആളുകളുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച മറുപടികൾ മുൻപ് തന്നെ നൽകിയതാണെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പ്രതികരിച്ചു. അന്വേഷണമല്ലേ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകമായി കമന്റ് ചെയ്യേണ്ടതില്ല. മാസപ്പടി കേസിൽ പിണറായി വിജയനും മകളും കുടുങ്ങുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. വീണ വിജയനും പിണറായി വിജയനും അറസ്റ്റിലാകുമെന്നും ജയിലിൽ പോകുമെന്നും അദ്ദേഹം ഉറപ്പായും പറയുന്നു. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് കേരള ഹൈക്കോടതിയിൽ 3 കേസ്, മദ്രാസ് ഹൈക്കോടതി 1 കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതി 2 കേസ്, ഡൽഹി ഹൈക്കോടതി 3 കേസ്. ഇത്രയും കേസുകളാണ് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രം ഇവർ നടത്തിയിട്ടുള്ളത്. അതിൽ പകുതി സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ചെയ്തു, ബാക്കി മറ്റ് കമ്പനിയും ഇവരും വ്യക്തിപരമായി ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ അഭിഭാഷകരും കേരള ഹൈക്കോടതിയിൽ ഈ അന്വേഷണത്തിൽ തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇവിടം വരെ എത്താൻ കഴിഞ്ഞൊരു ഭാഗ്യമായി കരുതുന്നു. മാസപ്പടി കേസിലെ റെയ്ഡിൽ സന്തോഷമുണ്ടെന്ന സ്വപ്ന സുരേഷ്. ഇതൊരു നല്ല തുടക്കമെന്നും സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും സമാനമായ രീതിയിൽ അന്വേഷണം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സ്വപ്ന സുരേഷ് അമൃത വാർത്തകളോട് പറഞ്ഞു. വളരെയധികം സന്തോഷം, പക്ഷേ കുറച്ചൊന്ന് വൈകി എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ കേസുകൾ പൊങ്ങി വന്നപ്പോൾ അന്വേഷണം വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്കുള്ളത്. അവരുടെ ഇൻഫ്ലുവൻസും അവരുടെ പവറും വെച്ചുകൊണ്ട് അവർ ഇത്രയും നാള് എല്ലാ നിയമത്തിനെയും തട്ടിക്കളിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു നല്ല തുടക്കമാണ്. എക്സ് ചീഫ് മിനിസ്റ്ററിന് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ എഴുതിയ വിധിക്ക് ശേഷം ഒരു വൻ തിരിച്ചടിയാണിത്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഹി ഹാസ് ടു ഗിവ് എ ലോട്ട് മോർ. രാജ്യമേറെ ചർച്ച ചെയ്ത വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടി SIR അത് ശരിവെച്ച് സുപ്രീം കോടതി. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നും SIR നടപ്പിലാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി ഇന്ന് വിധിച്ചു. സമഗ്രമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് SIR എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ്. SIRന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി ശരിവെച്ച സുപ്രീം കോടതി സമഗ്രമായ വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് SIR എന്ന് നിരീക്ഷിച്ചു. SIR നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് എന്നും നടപടി ഭരണഘടനാ ലംഘനമല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നത് ഒരാളുടെ പൗരത്വം നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡമല്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും ഉറപ്പാക്കാൻ കമ്മീഷൻ സ്വീകരിച്ച നടപടികൾക്ക് സാധിച്ചതായി വിലയിരുത്തിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. SIR ഭരണഘടനാ ലംഘനമല്ല എന്നും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടിയാണെന്നും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. നിലവിൽ SIRന്റെ 3ാം ഘട്ടം പ്രഖ്യാപിച്ച വേളയിലാണ് നടപടികൾ ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി അയവുകയാണ്. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ രാജിവെക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാജ്യസഭാ സീറ്റ് നൽകി സിദ്ധരാമയ്യയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. അതേസമയം DKയും സിദ്ധരാമയ്യയും മുന്നോട്ട് വെച്ച ഉപാധികളിൽ ചർച്ചകൾ തുടരുകയാണ്. ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. നിലവിൽ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. അടുത്തയാഴ്ച സ്ഥാനമേൽക്കും. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജി നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. മുൻ ധാരണ പ്രകാരമാണ് DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുന്നത്. നാളെ രാവിലെ 11 മണിയോടെ
ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടുമായി സിദ്ധരാമയ്യ കൂടിക്കാഴ്ച നടത്താൻ സമയം തേടിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജി സമർപ്പിക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സിദ്ധരാമയ്യ സ്ഥാനമൊഴിയാൻ തയ്യാറായത്. രാജ്യസഭാ സീറ്റ് നൽകി സിദ്ധരാമയ്യയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടാക്കിയ അധികാരം പങ്കിടൽ കരാർ പ്രകാരമാണ് ഈ പുതിയ മാറ്റം. സിദ്ധരാമയ്യ സർക്കാർ ഈ മാസം 3 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഇരു നേതാക്കളും 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, ജി പരമേശ്വര തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പേരുകൾ ചർച്ചയിൽ വന്നുവെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണയുള്ള ശിവകുമാറിന് മുൻഗണന ലഭിക്കുകയായിരുന്നു. അധികാര തർക്കത്തിന് ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താനായി സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. സിദ്ധരാമയ്യയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്താനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റും പാർട്ടിയുടെ ഉത്തരവാദിത്വങ്ങളും നൽകിയേക്കും. അതേസമയം DKയും സിദ്ധരാമയ്യയും മുന്നോട്ട് വച്ച ഉപാധികളിൽ ചർച്ചകൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കോടികൾ വിലയുള്ള അമൂല്യ വസ്തുക്കൾ കാണാതായെന്ന് സംസ്ഥാന പോലീസ് മേധാവി. വൈര നമ വജ്രാഭരണവും കാണിക്കയായി ലഭിച്ച 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും നഷ്ടമായെന്ന് സംസ്ഥാന പോലീസ് മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. DGP സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ ക്ഷേത്ര ഭരണസമിതി രംഗത്തെത്തി. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് DGP റിപ്പോർട്ട് നൽകിയത്. ക്ഷേത്രത്തിലെ സ്വർണ്ണക്കട്ടികൾ സൂക്ഷിക്കുന്നതടക്കമുള്ള ക്രമീകരണം മാറ്റണമെന്നും DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കാണിക്കയായി ലഭിച്ച 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും കാണാതായിട്ടുണ്ട്. വൈരനവ എന്ന ആഭരണം 6 മാസമായി കാണാനില്ല. രാജകുടുംബാംഗമായി ബന്ധമുള്ളവർ സുരക്ഷാ പരിശോധനകൾ കൂടാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണവിളക്കിന് പകരം വെള്ളിവിളക്ക് സ്ഥാപിച്ചെന്നും നിലവറയ്ക്ക് പുറത്തുള്ള മുഴുവൻ സ്വർണവും സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്നും സർക്കാരിനോട് പോലീസ് മേധാവി നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി ADGP S. ശ്രീജിത്താണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത്. DGP സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ ക്ഷേത്ര ഭരണസമിതി രംഗത്തെത്തി. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ദുരുദ്ദേശപരമായ വാദങ്ങളെന്നും ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പോലീസ് നിയന്ത്രണത്തിലുള്ള CCTV നിരീക്ഷണത്തിലാണ് ക്ഷേത്ര പരിസരം മുഴുവനെന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് സുരക്ഷാ വിഭാഗത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ജീവനക്കാരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ടെന്നും ഇതുവരെ ക്ഷേത്രത്തിൽ മോഷണമോ ദുർവിനിയോഗമോ നടന്നിട്ടില്ല എന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. മംഗലാപുരം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി മംഗലാപുരത്തെത്തി. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം.